എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻസ് നമുക്ക് ആരംഭിക്കണം. നമ്മൾ ടെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാശ്മീർ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, ടെൻറ്റിൽ താമസിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. സോ ആ ടെൻറ്റ് വാങ്ങിയിട്ടുള്ള വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലിങ്കും കാര്യങ്ങളും കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. 2-3 വീഡിയോസ് മുന്നായിട്ടാണ്. നമ്മുടെ സൈക്കിള് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതിനൊക്കെയാണ് നമ്മൾ ഇത് വാങ്ങാൻ പോകുള്ളൂ കേട്ടോ. ഇത് സർവീസിന് ഒന്നുകൂടി കൊടുക്കുള്ളൂ, കാരണം സർവീസ് ചെയ്ത് ടയറും കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സൈക്കിളിലാണ് നമ്മൾ പോണത്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണും നിങ്ങൾ. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ചെറിയൊരു പണി കൂടിയും കുറച്ചും കൂടി ഒരു സർവീസ് പോണതിൻ്റെ തലേന്നുള്ളൊരു സർവീസ് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് ആക്ച്വലി 2 അൺബോക്സിങ് ഉണ്ട് കേട്ടോ. 2 അൺബോക്സിങ് ഉണ്ട്. ആമസോണിൽ നിന്നും ഞാൻ പർച്ചേസ് ചെയ്ത ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ബാക്കിൽ വയ്ക്കുന്ന സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ഒരു സാധനം എടുത്തിട്ട് വരാം. രണ്ടാമത്തെ സാധനം ഇതാണ് കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് നമ്മുടെ റോയൽ എൻഫീൽഡും അതുപോലെ തന്നെ നമ്മുടെ ട്രയംഫ്, BMW അങ്ങനത്തെ അഡ്വഞ്ചർ ടൂറിങ് ബൈക്കിലൊക്കെ നമ്മൾ പാനിയേഴ്സ് വയ്ക്കില്ലേ, പാനിയേഴ്സ് സൈഡിൽ 2-3 ബാഗൊക്കെ ആയിട്ട് വയ്ക്കില്ലേ, അതുപോലെ തന്നെ സൈക്കിളിലും വയ്ക്കാനുള്ള പാനിയറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ബാഗും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് അവർ അയച്ചു തന്നതാണ് കേട്ടോ. ട്രക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞ ബ്രാൻഡില്ലേ, അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട്, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ബാഗ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ അത് നല്ലൊരു മനസ്സാണ് കേട്ടോ. കാരണം അങ്ങനെയൊക്കെ അയച്ചു തരാൻ സപ്പോർട്ടിങ് മൈൻഡ് ഉള്ളത് ഭയങ്കര ഒരു ഇതാണ്. അത് നമുക്കും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് ഇതിനൊക്കെ. അതൊന്നും യൂട്യൂബ് റവന്യൂ കൊണ്ട് നടക്കില്ല കേട്ടോ. അപ്പോൾ നല്ല നല്ല ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്താലേ അതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ അയച്ചു തന്നതാണ്. ഓക്കെ, ഇപ്പുറത്തെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ പാക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ 2 നമുക്ക് അൺബോക്സ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. സൈക്കിളിലേക്കുള്ള ആദ്യത്തെ പ്രിപ്പറേഷൻസ്. ഫസ്റ്റ് ഞാൻ ടെൻ്റ് ആയിരുന്നു, അത് ഞാൻ ചുമ്മാ പോയി വാങ്ങിയതാണ്. അതിപ്പോഴും ഉണ്ട്, പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ തമ്പനയിൽ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ആദ്യത്തെ അൺബോക്സിങ് നമുക്ക് ഇത് തന്നെ ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. പേപ്പറിൽ പോയിട്ടാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിലത്തെ കാരിയറാണ് കേട്ടോ. ഇതാണ് സാധനം വരണത്. 50 കിലോ ആണ് ഇതിൻ്റെ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. 50 കിലോ ആണ് ഇതിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നോക്കിയേ, അത് ഇവിടെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഈ സാധനം ഇവിടെ ടൈറ്റ് ചെയ്താലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സാധനം വരണത് കേട്ടോ. ഇതെല്ലാ സൈക്കിളിലും ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കി, ഇതിൻ്റെ ക്വിക്ക് റിലീസാണ് വരണത്. ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറന്ന് കിട്ടും കേട്ടോ. കണ്ട, ഈ സാധനം സ്ക്രൂ വെച്ചിട്ട് ഇത് തുറന്നിട്ട് ബാക്കിൽ ഈ സാധനം ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബാക്കിലത്തെ പാനിയർ ഇരിക്കുക കേട്ടോ. ബാക്കിൽ നമ്മളൊരു ടൂറിങ് കാറ്റഗറി, എൻ്റെ ദൈവമേ, ടൂറിങ് ഒരു ബൈക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടത്. കണ്ട, ഇപ്പോൾ നമുക്ക് ബാക്കിൽ ഒരു കാരിയറും ഒരു പാനിയർ പോലെ വെക്കാൻ പറ്റും കേട്ടത്. ഇതിന് ബാക്കി സ്റ്റാൻഡുകൾ വരുന്നുണ്ട്, കാട്ടിത്തരാം. സൈഡിലത്തെ പാനിയർ വെക്കാനുള്ള സംഭവം കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയ കത്തി, ഈ കത്തി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മോനെ, ഒറ്റ വീട്ടിൽ സാധനം പൊളിഞ്ഞ്. ഇത് അതിൻ്റെ 2 സൈഡിലും വരണതാണ് കേട്ടോ. ഇത് 2 സൈഡിലും വരണതാണ്. ഇത് എന്തൊരു സംഭവം, ഇത് ജസ്റ്റ് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കെട്ടാനോ അങ്ങനെ വല്ലതിനൊക്കെയായിട്ടോ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടൂൾസും ബാക്കി കിറ്റ്. ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്, ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ടൈറ്റായിട്ട് ഇരിക്കാനാണ് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ആ ടൈറ്റ്നെസ്സിൽ ഇരിക്കാൻ വേണ്ടി ഒരു റബ്ബറിൻ്റെ ഷീറ്റാണ്. ഇത് അതിൻ്റെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം വരുന്നത് കേട്ടോ. ഇത് കണ്ട, ഈ സ്റ്റാൻഡാണ് നമുക്ക് അതിൻ്റെ ചെയിൻ സ്റ്റേയുടെ മേലത്തെ കമ്പിമിക്ക് പിടിപ്പിക്കാൻ പറ്റണത്. ഞാനപ്പോൾ പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് സെറ്റിലാകട്ടെ. ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം സാധനം നല്ല സപ്പോർട്ടിൽ നിൽക്കും. ഒരു 50 കിലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ സംഭവം. ഇവിടെ ഇരിക്കുക, ഫുള്ള് ഫിറ്റ് ചെയ്തിട്ട് 50 കിലോ ആണ് വാണിങ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെയാണ് ആ സാധനം ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരിക്കും പാനിയറും കാര്യങ്ങളൊക്കെ വയ്ക്കുക. ഇതിന് എനിക്ക് 1000 രൂപയാണ് കേട്ടോ ആയത്. 1000 രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
2199. അത് പക്ഷേ 1000 രൂപയുടെ ഓഫറിൽ അങ്ങോട്ട് വാങ്ങിയതാണ്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു, കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഇതിനിപ്പോൾ ഈ ഒരു പ്രശ്നം താങ്ങിക്കോളും. 50 കിലോ ആയാലും ഇവിടെ ഒരു സ്റ്റാൻഡ് കൂടി വരണതല്ലേ, ഒരു സപ്പോർട്ട് കൂടി വരണതല്ലേ. ഒരു 19 കിലോ എന്തായാലും നിങ്ങൾക്ക് താങ്ങേണ്ടതാണ്. കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മുടെ ട്രക്ക് ആൻഡ് റൈഡിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ബാഗാണ് കേട്ടോ. കാരണം നമ്മുടെ ബൈക്കിലൊക്കെ കണ്ടിട്ടില്ലേ പാനിയേഴ്സ് വെക്കുന്നത്, ബൈക്കിൻ്റെ പാനിയർ ബൈക്ക് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടാണല്ലേ ടൂറിങ്ങിനൊക്കെ. അതേ സെയിം സാധനം സൈക്കിളിൽ നമ്മൾ വേണമെങ്കിൽ വെച്ച് കെട്ടിയിട്ട് പോകാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റൈലിൽ തന്നെ ബൈക്കിനെയും കൂടിയും ഒരുക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പാനിയറും കാര്യങ്ങളൊക്കെ വെക്കണത്. സാധാരണ കാശ്മീർ സിമ്പിളായിട്ട് നോർമൽ സൈക്കിളിലൊക്കെ കാശ്മീർ അടിക്കുന്ന പിള്ളേരുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേറെ ലെവലാണ്, മൈൻഡ് സെറ്റാണ്. നമ്മൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ സായിപ്പുമാരെ കണ്ടിട്ടാണല്ലോ. അപ്പോൾ പിന്നെ ഫോറിനേഴ്സിൻ്റെ അതേപോലെ തന്നെ നമുക്കും ബൈക്ക് പാക്കിംഗ് ട്രിപ്പായിട്ട് ചെയ്യണ്ട. സോ ഫസ്റ്റത്തെ ബാഗ് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് എന്ത് ബാഗാണെന്നറിയോ? ഇത് ട്രക്ക് ആൻഡ് റൈഡിൻ്റെ ഈ ബാഗ് ആക്ച്വലി നമ്മുടെ ഹാൻഡിൽ ബാർമ വയ്ക്കണതാണ് കേട്ടോ. ഇത് വാട്ടർ ബോട്ടിലിൻ്റെ പൗച്ചാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഫോണും ഹോൾഡർ ചെയ്യാം. നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ സാധനം, നല്ല കട്ടിയുള്ള ഇതാണ്. ഉള്ളിൽ നല്ല കൂളിംഗ് ഉള്ള സാധനമാണ് കേട്ടോ. ഇത് ഒന്നാമത്തെ ബാഗ്. ഇത് രണ്ടാമത്തെ ബാഗ്. ഈ സെയിം സാധനം തന്നെ കേട്ടോ. 2 വെള്ളം കുപ്പി എന്തായാലും പോണ്ടി വരും. കാരണം നല്ല വഴികളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റിയ വഴികളൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തണ ഇതുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് 2 കുപ്പി എന്തായാലും കൊണ്ടുപോകും. അപ്പോൾ ബോട്ടിലിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 ബാഗാണ് കേട്ടോ. 1, 2 അത് ഞാൻ വെച്ച് കാട്ടിത്തരാം. മൂന്നാമത്തെ ബാഗ് ഇത് ഫ്രെയിം ടോപ്പ് ട്യൂബിൻ്റെ അവിടെ വരുന്ന ബാഗാണ് കേട്ടോ. ടോപ്പ് ട്യൂബിൻ്റെ അവിടെ വരുന്ന ബാഗാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആ നടുവിലത്തെ ത്രികോണം ഉണ്ടാവുമല്ലോ, നടുവിലത്തെ ആ ത്രികോണത്തിൻ്റെ ഉള്ളിൽ വരുന്നൊരു ബാഗാണ് കേട്ടോ. വാട്ടർ പ്രൂഫ് ഒരു പരിധി വരെ നിന്നോളും, കുഴപ്പമില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. ഇതിലാണ് എൻ്റെ മെയിൻ ലഗേജും സാധനങ്ങളും വരുന്നത് കേട്ടോ. ഇതാണ് പാനിയേഴ്സ് എന്ന് പറയും. സൈക്കിൾ പാനിയേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. സൈക്കിൾ പാനിയേഴ്സ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഗൈസ് അത്യാവശ്യം വിലയുള്ളതാണ്. സൈക്കിൾ പാനിയേഴ്സ് ടൂറിങ് എൻ്റെ ഒക്കെ ഒരു സ്വപ്നമാണ് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ വീഡിയോ ഇട്ട് പോകണമെന്നുള്ളൂ. പക്ഷേ ഞാൻ 2019 കണ്ട ചില സ്വപ്നങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി യാഥാർത്ഥ്യമാക്കണം. നിങ്ങളത് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. എനിക്കിതിങ്ങനെ മുഖത്ത് ഒരു ചിരി വരുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്, വിഷമവും വരുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഇതാണ് ആ ഒരു പാനിയർ ബാഗ് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ വെള്ളം കുപ്പി വെക്കുകയും ചെയ്യാം കേട്ടോ. നോക്കിയേ, ഇതാണ് ആ ഒരു പാനിയർ ബാഗ്. ഇതിങ്ങനെയായിരിക്കും ആ ബാഗ് എടുക്കുക കേട്ടോ. അതിങ്ങനെയായിരിക്കും എടുക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരാമെന്ന്. ഇതിൻ്റെ ഉള്ളിൽ സത്യം പറയുകയാണെങ്കിൽ ഇത് ഒരെണ്ണം മതിയായിരുന്നു കേട്ടോ വേണമെങ്കിൽ. കാരണം ഇത് ഹാൻഡിൽ ബാർമ വണ്ടി നിർത്താണ്ട് തന്നെ വെള്ളം കുടിക്കാൻ പറ്റും. ഇവിടെ വേറൊരു പൗച്ചും കൂടി ഉണ്ട് കേട്ടോ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഏരിയയും അത്യാവശ്യത്തിനുണ്ടല്ലോ. ഉള്ളിൽ ആവശ്യത്തിന് ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ വെച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാനിയറിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ മോനെ നോക്ക്, നിങ്ങൾ ഫുള്ള് പക്ക ടൂറിങ് കാറ്റഗറി വണ്ടിയായിട്ട് മാറിയിട്ടാ. ഇതാണ് ബാക്കിലത്തെ പാനിയർ എന്ന് പറഞ്ഞ സാധനം. ബാക്കിലത്തെ സൈക്കിൾ ടൂറിങ്ങിന് വെക്കുന്നത്. ഇത് നമ്മുടെ നടുവിലത്തെ ഇതൊക്കെ കുറച്ചുകൂടി വരും. ഞാൻ ജസ്റ്റ് ബാഗ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണതാണ് ഇത് വെറുതെ. ഇവിടെയാണ് നമ്മുടെ 2 കുപ്പി വെള്ളം വെക്കുന്ന ബാഗ് വരണത് കേട്ടോ. ഈ 2 ബാഗ് വരണത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൂടിയും ഒരു ബാഗ് വരും കേട്ടോ. എൻ്റെ മോനെ, എൻ്റെ ഡ്രീം ട്രിപ്പാണ് കേട്ടോ. ഇതാണ് നിങ്ങളിപ്പോൾ ഈ ഫ്രെയിമിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ബൈക്ക് റെഡിയാക്കണം. ഇതിൻ്റെ കുറച്ചുകൂടി ഓൾട്ടറിങ്ങും കാര്യങ്ങളൊക്കെ വരും, കുറച്ച് പർച്ചേസും കൂടി വരും, ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. നിങ്ങൾ ഇനി വരുന്ന ഒറ്റ വീഡിയോസും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാ ഇറങ്ങണത് എന്നുള്ളത്. ഈ മാസം തന്നെ എന്തായാലും ഇറങ്ങും. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്യാത്തതിൻ്റെ കാരണം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ തൃശ്ശൂരുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ. അപ്പോൾ
പറഞ്ഞ് തൊണ്ടയിലത്തെ വായിലത്തെ വെള്ളം പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം, ഇതൊന്ന് സാക്ഷ്യം വഹിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെൻ്റെ ഒരു ലൈക്ക് നമ്മളങ്ങനെ ഒരു മീറ്റപ്പ് പോലെ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ ലൈക്ക് എല്ലാ ദിവസവും കാണുന്നവർ കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവരോടാണ്, നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരുണ്ടെങ്കിൽ മീറ്റപ്പ് തൃശ്ശൂരുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വന്ന് മീറ്റ് ചെയ്യാൻ, ഇതൊന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ നിങ്ങളുടെ അനുഗ്രഹം എല്ലാം വേണം. അപ്പോൾ വരാൻ പറ്റുന്നവരാണെങ്കിൽ വരണം. അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വരും വീഡിയോസിലുകളിൽ വരും. അതുകൊണ്ടാണ് വരുന്ന വീഡിയോസൊന്നും മിസ് ചെയ്യരുത് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സെറ്റപ്പാണ് ഇത് വരുന്നത്. ഇതൊക്കെ മാറ്റും കേട്ടോ, ഇത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല. ഈ സെല്ലോ ടൈപ്പ് മാറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഏകദേശം ഒരു രൂപം വരുന്നത് കേട്ടോ. ഇനിയും സാധനങ്ങൾ മാറാനുണ്ട്, ടൂറിങ് കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ചെയ്യും ഇത്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓൺ ചെയ്തിടണം. നമ്മുടെ ഒരു സ്വപ്ന യാത്രയാണ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ്, കുറേ കാലത്തൊരു ട്രിപ്പാണ്. ഇത്രയും വലിയൊരു ട്രിപ്പ് 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും സ്നേഹവും ലൈക്കും ഷെയറൊക്കെ വേണം കേട്ടോ, കമൻറ്റൊക്കെ വേണം നിങ്ങളുടെ ത്രൂ ഔട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് വരുന്നത്. സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് കാണാം കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ യൂട്യൂബിൽ വീഡിയോ വരും. സോ നാളെ കാണാം. ബൈ.